നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പെൻസിൽവാനിയ സ്റ്റേറ്റിലുള്ള ദി വുഡ്ലാൻഡ്സ് റിസോർട്ടാണ്. അപ്പം അതിൻ്റെ GM ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് GM എന്ന് പറയുമ്പോൾ ആനി ലിബു ഈ റിസോർട്ടിൻ്റെ മേധാവിയാണെങ്കിലും പൊതുരംഗത്ത് പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് ആനി ലിബുവിനെ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പല സംഘടനകളിലും പല സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള ആളാണ് ആനി ലിബു. അപ്പോൾ ആനി ലിബുവാണ് ഈ റിസോർട്ടിന് നേതൃത്വം നൽകുന്ന റിസോർട്ടിൻ്റെ ജനറൽ മാനേജർ. അപ്പോൾ ആനി ലിബു പറയും ഈ റിസോർട്ടിൽ എന്തൊക്കെയാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഈ റിസോർട്ടിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ, അവർക്ക് എൻജോയ് ചെയ്യാൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആനിയിൽ നിന്ന് തന്നെ കേൾക്കാം. എന്താണ്, എത്ര ആളായി ഇവിടെ ഈ റിസോർട്ട് തുടങ്ങിയിട്ട് എത്ര ആളായി? ഈ റിസോർട്ട് എബവ് 48 years ആയ റിസോർട്ടാണ്. ഇത് വാങ്ങിക്കുന്നത് നമ്മുടെ തന്നെ ഇന്ത്യക്കാരനും മലയാളിയുമായ മിസ്റ്റർ സുധാകരൻ മേനോനാണ്. അതെ, അവിടെയാണ് സുധാകര മേനോൻ എന്ന് പറയുന്ന മലയാളിയാണ് ഈ റിസോർട്ടിൻ്റെ ഉടമ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? കുറേ എല്ലാം ഇതൊരു വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച റിസോർട്ടാണ്. ഒരു 5 ബ്രദേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ 2.5 വർഷങ്ങൾക്ക് മുമ്പ് സുധാകർ മേനോൻ വാങ്ങിച്ച റിസോർട്ടാണിത്. ഒരു 30 സുധാകർ മേനോൻ പാലക്കാട്ടുകാരനല്ലേ? പാലക്കാട് സ്വദേശിയാണ്. വളർന്നതൊക്കെ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആണെങ്കിലും അദ്ദേഹം ഇവിടെ ഒരു സ്റ്റുഡൻ്റായിട്ടാണ് അമേരിക്കയിലേക്ക് വരുന്നത്. അവിടുന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ IT ബിസിനസ്സിൽ നിന്ന് തുടങ്ങി ഇത് ഹോസ്പിറ്റാലിറ്റിയിലോട്ട് വാങ്ങിച്ചെടുത്ത ഒരു സംരംഭമാണ് അദ്ദേഹം. അതും ഇതുപോലുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു റിസോർട്ട്, ഒരു 30 ഏക്കർ വരുന്ന ഒരു റിസോർട്ടാണ്. 1-2 അല്ല, 30 ഏക്കറാണെന്ന് ഓർക്കണം. 30 ഏക്കർ സ്ഥലത്താണ് ഇത് കാണുന്നത്. ഈ കാണുന്ന റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി പഴക്കമുള്ള റിസോർട്ടാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, പല നല്ല ഒരു പഴയ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് ഇവിടെ വരുന്ന ഒരാൾക്ക് ബോറടിക്കില്ല. ചുറ്റും നമുക്ക് നടന്ന് കാണാനും ഒരുപാട് കാര്യങ്ങൾ, വാട്ടർഫോൾസ് വരെ ഉണ്ട്. വാട്ടർഫോൾസ് അതാണ് ഒരു നാച്ചുറൽ ഇതിലുള്ള ഒരു പ്രത്യേകത. നമ്മൾ പണ്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാർ, വാഗമൺ ഇതൊക്കെ പോകുന്ന പോലെ തന്നെയാണ് ഒരു തേക്കടിയിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ്. ഞാനിന്ന് രാവിലെ പറയുണ്ടായി, തേക്കടിയിലൊക്കെ പോകുന്ന ഒരു ഫീലിങ്സ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വുഡ്സ് എന്നുള്ള പേര് വീണത്. വുഡ്സ് എന്നുള്ള പേര് ഇട്ടത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഒത്തിരി മരങ്ങളും ഒരു നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തേക്കടിയിൽ പോയാൽ എങ്ങനെയിരിക്കും, തേക്കടിയിൽ ഒരു റിസോർട്ടിൽ പോയാൽ എങ്ങനെയിരിക്കും, അതേപോലെ പറിച്ച് നട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് ആനി വന്നിട്ട് എത്ര നാളായി ഇവിടെ? ഞാൻ ഇവിടെ ഒരു 4 മാസമായി. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ആണ് സുധാകർ. അപ്പം ഫൈനലി എൻ്റെ വീടും ഈ ഒരു റിസോർട്ടുമായിട്ട് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോബിൽ ഫൈനലി ഇവിടെ എത്തിപ്പെടുന്നത്. കാരണം അദ്ദേഹം ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഉള്ള ഒരാളാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വം, കുറച്ചുകൂടെ ഇതിൽ ഇൻവോൾവ്മെൻ്റ് ആവാനും എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയും കൂടാണ്. തന്നെയല്ലേ? പിന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, ഇവിടെ ഉടമസ്ഥനേക്കാളും കൂടുതൽ ഇവിടെ അറിയപ്പെടുന്നത് ഇവിടുത്തെ GM-നെയാണ്, ആനിയാണ്. ആനിയുടെ കഴിവ് എനിക്ക് തോന്നുന്നു, ആനി പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്യുക മാത്രമല്ല, പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. ആനിയെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കോംപ്ലിമെൻ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആനിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ആനിയെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ ആനി അത് ചെയ്യും. ഒന്നും വേണ്ട, ഒരു ഫംഗ്ഷൻ ഒരു MC ആയിട്ട് ആനിയെ ചുമതലപ്പെടുത്തിയാൽ അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്റ്റേജ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ സദസ്സ്, അതിൻ്റെ ഓഡിയൻസ്, ഇതെല്ലാം അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങൾ ആനി അത്
കൈകാര്യം ചെയ്യുകയും ചെയ്യും, അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അന്നേരം അത് കണ്ടെത്തി അത് പരിഹരിച്ച് അങ്ങനെ ആനി ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് ഒരിക്കലും അത് മോശമാവില്ല എന്നുള്ള ഒരു കോംപ്ലിമെൻ്റാണ് ഇത്. ഞാനിപ്പോൾ ആനിയോട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ആനി ഇത് കേൾക്കുന്നത്. എന്നോട് ഞാനിവിടെ അമേരിക്കയിലൂടെ വന്ന് ഇറങ്ങിയപ്പോൾ അറിയാമല്ലോ, ഞാനൊരു വിസിറ്റിന് ഒരു ഫൊക്കാനയുടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നതാണ്. ഞാനിവിടെ വന്ന സമയത്ത് എന്നോട് പല ആളുകൾ, നമ്മുടെ തന്നെ നാട്ടിലുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ പലരും പറഞ്ഞ ഒരു കോംപ്ലിമെൻ്റാണിത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആനി. ആനിയുടെ കഴിവ് ഇവിടെ പ്രകടിപ്പിച്ചാൽ ഇവിടെ ഇതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാരാണ് വരുന്നെങ്കിലും ഇപ്പോഴാണ് ഇത് ഒരു മലയാളി പുറം ലോകത്തിലേക്ക് അറിയപ്പെടാൻ തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് വരികയും ചെയ്തു. ഈവൻ എനിക്ക് തോന്നുന്നു പല പിന്നെ ഇന്ത്യക്കാരുടെ പല ഫംഗ്ഷനുകളും ഇവിടെ ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി ഞാനിവിടെ ഈ ആഴ്ച തന്നെ നമ്മുടെ ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഇവിടെ നടക്കുന്നു. അവിടെ പല ബുക്കിങ്ങുകൾ, പിന്നെ അതുപോലെ തന്നെ നല്ല കല്യാണ ബുക്കിംഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാവുന്ന. ആ ഹാളും ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്? ഇവിടെ വെഡിങ് ഡെസ്റ്റിനേഷൻ ആണ്. വെഡിങ് ഇവിടെ ബ്രൈഡൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ വെഡിങ് നടക്കാറുണ്ട്. ഒരു 500 പേർക്ക് റൗണ്ട് ടേബിളിൽ ഇരിക്കാവുന്നതും 1000 പേർക്ക് അല്ലാതുള്ള ചെയർ സീറ്റിങ്ങിൽ അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഇവിടുത്തെ എല്ലാ നാട്ടുകാരോട് ചോദിച്ചാലും വുഡ്ലാൻഡ്സിൻ്റെ ആ വെഡിങ്ങിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് എല്ലാവരും അതിനൊരു ആൻസർ പറയുന്നത്. ഇന്നലെ ഞാനിവിടെ ഒരു ജാപ്പനീസ് ഫുഡ് കഴിച്ചു. വളരെ രുചികരമായിരുന്നു, വളരെ രസകരമായിരുന്നു. ഞാനും ജപ്പാനിൽ പോയിട്ടുണ്ട്, ഞാൻ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും വളരെ നാളുകൾക്കപ്പുറമാണ്, 2009 ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അതിൻ്റെ ആ കുക്ക് വന്ന് ഓരോന്ന് കാണിക്കുകയും അത് ഉണ്ടാക്കി തരികയൊക്കെ നമ്മുടെ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കി തന്നതാണ്. വളരെ രസമായിരുന്നു, നല്ല രുചിയായിരുന്നു ആ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ വിവിധ ദേശങ്ങളിലെ ഫുഡുകൾ ഇവിടെ എല്ലാം ഇന്ത്യൻ ഫുഡ്, നമ്മുടെ കേരള ഫുഡ് കേരള ഫുഡ് ഇല്ല, എന്നാലും അതുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഭാവിയിൽ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു കുക്കിനെ നമ്മൾ തരട്ടെ. പിന്നെന്താ, എന്തായാലും ഒരു മലയാളിയായ ഒരു ആള് തന്നെയാണല്ലോ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അത് മാക്സിമം അതുകൊണ്ട് മലയാളി തന്നെ ഇതിന്റെ ഉടമസ്ഥൻ, വേറൊരു മലയാളി ഇതിന്റെ ജനറൽ മാനേജർ, ഇവിടെ ചില മലയാളികളെ ഞാൻ അല്ലാതെ തന്നെ ഇവിടുത്തെ ചില PR ഒക്കെ ആയിട്ട് മലയാളിയെ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മലയാളത്തിലുള്ള ഫുഡും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്താലേ കുറച്ചും കൂടെ ഒരു ബിസിനസ് ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലേ? അതിനെ പറ്റി ആലോചിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മലയാളിയെ ഞാൻ വേണേ എൻ്റെ കൂടെ തന്നെ ഒരു നല്ലോണം കുക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, വേണേ പറഞ്ഞു വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെന്താ, അപ്പൊ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഇപ്പൊ എത്ര റൂംസ് ഉണ്ട് ഇവിടെ? 150 റൂംസ് ആണ്. 150 റൂംസ് ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു വെഡിങ് ഫംഗ്ഷൻ ഇവിടെ നടക്കും. എന്ത് ഇവന്റ് ആണെങ്കിലും, കോൺഫറൻസ്, എന്ത് ഇവന്റ് ആണെങ്കിലും, കാരണം നമുക്ക് 6 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. കിച്ചൺ മാനേജ് ചെയ്യാനായിട്ട് കിച്ചൺ, സെയിൽസിന്റെ മാനേജർ, ഫ്രണ്ട് ഡെസ്കിന്റെ മാനേജേഴ്സ്, മെയിൻ്റെനൻസ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ബാർ ആൻഡ് ലൗഞ്ച് ഉണ്ട് നമുക്ക്. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഇത്ര ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈവൻ ജോർജ് ബുഷ് വരെ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത്. മുൻ പ്രസിഡന്റ് ഇയേഴ്സ് ബാക്ക് ഈ സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മൾ പഴയ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും വളരെ ഇന്ററാക്റ്റീവ് ആണ്. വന്നതിന് ശേഷമാണോ ജോർജ് ബുഷ് വന്നത്? അല്ല, ജോർജ് ബുഷ് ഇപ്പൊ ജീവിച്ചിരിപ്പോ, അതോടാ ഞാൻ ചോദിച്ചത്. ഇല്ല, ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു തന്ന ഒരു ഇതാണ്. 40 വർഷം പഴക്കമുള്ള റിസോർട്ട് ആയതുകൊണ്ട് 40 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള VIP-കളുടെ പേരാണ് പറഞ്ഞത്. അല്ലാതെ ആനി ഇവിടെ ഇത് ചാർജ് എടുത്തതിന് ശേഷം ജോർജ് ബുഷ് വന്നെന്നല്ല ഈ പറഞ്ഞത്. അല്ല, അവരെല്ലാം ആ പഴയ ആൾക്കാർ ഇവിടെ വരുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പറയും,
ഈനോ അപ്പോഴാണ് ഞാൻ എല്ലാം ചോദിച്ചപ്പോൾ ഇവിടെ നമുക്കൊരു പ്രസിഡൻഷ്യൽ റൂം തന്നെ ഉണ്ട് 222 എന്നുള്ള റൂംസ് ഒക്കെ നല്ല റൂംസാണ്. നമുക്ക് ഒരു നല്ല നല്ല റൂംസാണ് താമസിക്കാൻ പറ്റിയ ഒരു നമ്മളൊരു കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഇത്. ചെറിയ തണുപ്പും ഒക്കെ ഉള്ള, ചെറിയ തണുപ്പല്ല, നല്ല തണുപ്പുണ്ട്. പുറത്തിറങ്ങിയിരിക്കാനും അപ്പം എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. നമ്മൾ സാധാരണ ഉള്ളൊരു റിസോർട്ട് പോലെയല്ല. ഇതിലൊരു നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ റിസപ്ഷനിലായാലും നമുക്ക് അവിടുത്തെ അസിസ്റ്റൻസ് ആയാലും എന്ത് കാര്യത്തിനും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ നമുക്ക് പറഞ്ഞാൽ അവരവിടെ വന്ന് പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്തു തരും. അങ്ങനെയുള്ളൊരു സർവീസ് കൂടെ അവിടെ കിട്ടുന്നുണ്ട്. ഞാനത് ഇന്നലെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇവിടെ താമസിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ എമൗണ്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നോർമൽ ഇതിലാണ് ഇത് ചെയ്യുന്നത്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് തന്നെയാണ് തരുന്നത്. അതുപോലെ ഇവിടെ മറ്റ് ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് ഉള്ളത്? സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ലൈവ്. ഞാൻ എപ്പോഴും ഒരു പ്രത്യേകത കാണുന്നത്, പണ്ടത്തെ ആൾക്കാർ വരുന്നവർക്കെല്ലാം പഴയ കാലത്തെ ലൈവ് മ്യൂസിക് കേൾക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് കാണുന്നത്. ലൈക്ക് മിക്കവാറും മൺഡേയ്സിലും ഫ്രൈഡേ നൈറ്റിലും ഒക്കെ ലൈവ് മ്യൂസിക് എപ്പോഴും ഉണ്ട്. ഒരുപാട് 60s 70s 80s ആൾക്കാരെ ഞാൻ ആ സമയങ്ങളിൽ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സൊക്കെ ഈ ഫോൺ വന്നേ പിന്നെ ഭയങ്കര ഫോണിലാണ് എല്ലാവരും ബിസി. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ ഓരോ ചെറിയ ചെറിയ പാർട്ടികൾ നടക്കുമ്പോഴും ബർത്ത്ഡേ പാർട്ടീസും എല്ലാം അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് ഔട്ട്ഡോർ പൂളും ഇൻഡോർ പൂളും വളരെ എൻജോയ് ചെയ്ത് പോകുന്ന നല്ല റെസ്റ്റോറൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബാർ കൗണ്ടർ, പിന്നെ അതുപോലെ ഇറങ്ങിയിരിക്കാനായിട്ട് അതുപോലെ വാട്ടർഫോൾസ് ഉൾപ്പെടെ അതുപോലെ തന്നെ നല്ലൊരു പൂന്തോട്ടമുണ്ട്. നല്ല ഒരു കാടിൻ്റെ നടുക്കാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊരു ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്ന രീതിയിൽ രണ്ട് സൈഡും വലിയ മരങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു റിസോർട്ടാണ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ, നമുക്കൊന്ന് അവധിക്കാലം നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് പറ്റിയ ഒരു ഇടമായിട്ട് നമുക്കിതിനെ കാണാം. അപ്പം എന്തായാലും ആനിയായിട്ട് നമുക്കൊരു കുറച്ച് സമയം ചിലവഴിക്കാൻ, ആനി അതിനുവേണ്ടി സമയം നമുക്ക് തന്നതിൽ, സമയം കണ്ടെത്തിയതിൽ ആനിയോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വരാം, നേരിട്ട് കാണാം, ഇവിടുത്തെ ഫെസിലിറ്റികൾ നമുക്ക് അനുഭവിക്കാം, നമുക്ക് രുചിച്ചറിയാം. ഇവിടെ നല്ലൊരു കിച്ചണാണ്, നല്ല ഷെഫൊക്കെ ഉണ്ട്, നല്ല ഒരു കിച്ചണാണ്. അപ്പം മലയാളികളുണ്ട് ഇവിടെ, പല മലയാളികളും ഇവിടെ ഉണ്ട്. ട്രെയിനിയായിട്ട് പോലും മലയാളികൾ, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു കേരളം പോലെ തന്നെ, ഒരു കേരളത്തിലുള്ള ഒരാളാണ് ഇവിടെ വരുന്നതെങ്കിൽ കേരളത്തിലെ ഒരു റിസോർട്ടിൽ പോകുന്നത് പോലെ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. പക്ഷേ പ്ലസ് ഇവിടുത്തെ ഫെസിലിറ്റികളും, ഒരു അമേരിക്കനുള്ള ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്നാൽ അവന് ആ രീതിയിൽ എൻജോയ് ചെയ്യാം. നാട്ടുകാരൻ, നമ്മുടെ കേരളക്കാരൻ വന്നാൽ ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു പഞ്ചാബി വന്നാൽ ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് രാജ്യത്തുള്ള ആൾ വന്നാലും, ഏതൊരാൾ വന്നാലും ശരി തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്